നമ്മളോട് പറഞ്ഞ് കൊതി മൂപ്പിച്ച് ദം ബിരിയാണി കഴിപ്പിക്കാനായിട്ട് കൊണ്ടുപോയതാണ്. അപ്പം അമ്മു അവിടെ ചെന്നപ്പോഴോ അവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു. കിട്ടുമോ അങ്ങനെ നോക്കി ചെന്ന് അങ്ങനെ കയറി ചെന്നപ്പം ഒരു കാർ ഇറങ്ങി വരുന്നു. ഇനി അതിന് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇറക്കി വരുന്ന കാണാൻ നല്ല രസമല്ലേ. അതൊട്ടൊക്കെ വെയിറ്റ് ചെയ്ത് നമ്മൾ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി ഒരു വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഫോണൊക്കെ എടുത്ത് കാര്യമായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അവർ വന്നിട്ട് പറഞ്ഞു ബിരിയാണി കഴിഞ്ഞു. അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പോലും സെക്കൻഡ് കൊടുക്കാനില്ല, ബിരിയാണി കഴിഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ ഭയങ്കര വിഷമമായിപ്പോയി. ബിരിയാണി ഞാൻ അധികം കഴിക്കില്ലെങ്കിലും അവിടെ വാക്ക് കേട്ടിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ്. എന്നിട്ട് അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ പനമ്പള്ളിയിലോട്ട് പോകാം, അവിടെ നല്ല ഫുഡ് സ്പോട്ട് കാണും, അവിടെ പോയി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. സത്യം പറഞ്ഞല്ലോ അവിടെ ഞങ്ങൾ നോക്കി ചെന്നൊന്നും കിട്ടിയില്ല. പിന്നെ അവിടെ ഏതോ ഒരു വഴി കൂടെ ചെന്നിട്ട് വഴി തെറ്റി, അവിടുന്ന് വേറെ വഴി കൂടെ കയറി വഴി തെറ്റി, വീണ്ടും വഴി തെറ്റി എങ്ങനെയൊക്കെയോ ഇറങ്ങി. അപ്പോഴത്തേക്ക് ശരിക്കും 4 മണിയായി കേട്ടോ. നല്ല വിശപ്പായിരുന്നു, എവിടെയെങ്കിലും കയറിയാൽ മതി ഒരു പരവേശമായിരുന്നു. അങ്ങനെ നമ്മളത് ഈ ഹോട്ടലിൽ ചെന്ന് കയറി. പക്ഷേ ഭയങ്കര ഫ്ലോപ്പായിപ്പോയി. വേറെ എന്തെങ്കിലും കഴിച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു പോയി. കാരണം കൊള്ളൂല്ല ബിരിയാണി. ഞങ്ങൾക്ക് 2 പേർക്കും പേഴ്സണലി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കഴിച്ചു. അതേ 2 പപ്പടമൊക്കെ മേടിച്ചിട്ട്, ഞാൻ പപ്പടം കഴിക്കാറില്ല കേട്ടോ, എൻ്റെ പപ്പടം കൂടെ അവൾക്ക് കൊടുത്തു. പപ്പടമൊക്കെ മേടിച്ച് കഴിച്ച് എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരാവശ്യമില്ലാതെ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ കയറില്ലേ, അങ്ങനെയാണ് നമ്മൾ സ്റ്റുഡിയോയിലോട്ട് കയറി. ഒരാവശ്യവും ഇല്ലായിരുന്നു, നമുക്ക് ഡ്രസ്സ് എടുക്കണമെന്ന് ഒരു ചിന്തയില്ലായിരുന്നു. എന്നിട്ടും അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ 2 പേരും കയ്യിൽ കുറേ ഡ്രസ്സുണ്ടായിരുന്നു. എന്തിനാണ് അതിന് കയറിയത് എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് പോയി. അകത്ത് കയറിയപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ വെറുതെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ അതേ മിറർ കാണുമ്പോൾ പിന്നെ വീഡിയോ എടുക്കുമല്ലോ. പിന്നെ ക്യൂടെക്സ് ഇട്ട് നോക്കി ചെരുപ്പ് മേടിക്കാൻ എടുത്തു. പക്ഷേ ആ ചെരുപ്പിൻ്റെ സ്റ്റിക്കറൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കയ്യിലിരിക്കുന്ന ഡ്രസ്സും ഫുള്ള് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഡ്രസ്സ് എടുത്തു, തിരിച്ചിറങ്ങി വന്നു, വണ്ടി എടുത്ത് വന്നു. അപ്പോഴാണ് അടുത്ത സർപ്രൈസ്. ഇതൊക്കെ ഞാൻ മേടിച്ചാണ്. ഞങ്ങൾ ക്യൂടെക്സ് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പം സർപ്രൈസ് കാണിക്കാം. ബാഗ് എനിക്ക് അവൾ വാങ്ങിത്തതാണ്. പിന്നെ ആ ബാഗിനകത്തോട്ടുള്ള സാധനം എല്ലാം കൂടെ പറക്കി കുത്തിക്കയറ്റി വെച്ചിട്ട് നമ്മൾ നേരെ പോയത് സുരേഷ് ഏട്ടൻ്റെ കടയിലോട്ട്. സുരേഷ് ഏട്ടൻ്റെ കടയിൽ എവിടെ പോയാലും ഏറ്റവും ലാസ്റ്റിൽ അവിടെ വന്നൊരു ചായ കുടിച്ചില്ലെങ്കിൽ ഒരു വിഷമമാണ്. പിന്നെ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് ഞാൻ പാൽ ചായയും അവൾ കട്ടൻ ചായയാണ്. അവൾ കട്ടൻ ചായ ഫാനാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞു. മുട്ട ബജ്ജിയൊക്കെ തീർന്നു അപ്പോഴത്തേക്ക്. പിന്നെ മഴ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നിട്ട് നേരെ ഞങ്ങൾ ഹോസ്റ്റലിലോട്ട് പോയി.